പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസത്തിന്റെ 21-ാം ദിവസം നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് മഹത്വത്തിന്റെ 1-ാം ദിവ്യരഹസ്യത്തെ കുറിച്ചാണ്. ഈശോ മരണത്തെ പരാജയപ്പെടുത്തി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അരുളി ചെയ്തതുപോലെ ഈശോ ഉയർത്തെഴുന്നേറ്റു. കർത്താവിന്റെ ഉയർപ്പ് വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ വാക്കുകളിൽ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: യേശു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം. ഇതിന്റെ അർത്ഥം, കർത്താവിന്റെ ഉയർപ്പാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം. അവിടുന്ന് ഉയർത്തത് വഴി നമ്മളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നു. ഈശോയുടെ ഉയർപ്പ് യഥാർത്ഥത്തിൽ മരണത്തിന്റെ മേലുള്ള ജീവന്റെ ആധിപത്യമാണ്. എല്ലാ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുടെ ജീവിതത്തിലും ഈശോയുടെ ഉയർപ്പ് വലിയ പ്രതീക്ഷ പ്രദാനം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പരിശുദ്ധ അമ്മ നമ്മോട് പറയുകയാണ്: പ്രിയ മക്കളെ, നിന്റെ ജീവിതത്തില് നീ കടന്നു പോകുന്ന എല്ലാ ദുഃഖവെള്ളി അനുഭവങ്ങളുടെയും അപ്പുറത്ത് ഉയർപ്പ് ഞായറിന്റെ സന്തോഷം നൽകുന്ന ഒരു പ്രഭാതമുണ്ട്. ഈ പ്രഭാതത്തിന് വേണ്ടി നീ കാത്തിരിക്കുക. ഈ ലോകത്തിലെ നിന്റെ സഹനങ്ങളൊക്കെ രക്ഷാകരമായിട്ട് മാറുവാൻ, ഈ ഉയർപ്പ് ദിനത്തിന്റെ പ്രതീക്ഷയിലേക്ക്, അതിന്റെ സന്തോഷത്തിലേക്ക് കടന്നു വരാൻ തക്ക രീതിയിൽ നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തുക. നിന്റെ ജീവിതത്തിലെ സഹനങ്ങളെയൊക്കെ നീ രക്ഷാകരമാക്കി മാറ്റുക. മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് നീ കടന്നു വരികയാണ്. നിന്റെ ജീവിതത്തിൽ ഇരുൾ മൂടിയ അവസരങ്ങളിലൊക്കെ ദൈവത്തിൽ നീ പ്രത്യാശ വയ്ക്കുമ്പോൾ ഉയർപ്പിന്റെ ഈ ഒരു പ്രതീക്ഷയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഈ ഒരു സന്തോഷത്തിലേക്കാണ് നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നത്. മഹിമയുടെ ഈ 1-ാം ദിവ്യരഹസ്യത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തില് മാമോദീസായിൽ നമുക്ക് നൽകപ്പെട്ട ആ ദൈവിക ഛായ, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പാപത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ കർത്താവിന്റെ ഉയർപ്പിലൂടെ നമ്മൾ വീണ്ടും ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. വികലമായി പോയ ദൈവിക ഛായ നമുക്ക് കർത്താവ് വീണ്ടും നൽകുകയാണ്. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടുന്ന് വീണ്ടും നമുക്ക് നൽകുകയാണ്. നമ്മൾ പ്രതീക്ഷയില്ലാത്തവരായിട്ട് ജീവിക്കുന്നവരല്ല, സ്വർഗം കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഈ ലോകത്തിലെ സഹനങ്ങൾക്കപ്പുറത്ത്, ഈ ലോകത്തിലെ കുരിശുകൾക്കപ്പുറത്ത് നമുക്കായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന മഹത്വത്തിന്റെ കിരീടം, ഉയർപ്പിന്റെ സന്തോഷം, അത് നമ്മെ ഓരോരുത്തരെയും കാത്തിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്കും അമ്മയോട് കൂടെ ആയിരിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്: എന്റെ പ്രിയ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവ് അവിടുന്ന് ഉത്ഥാനം ചെയ്തതുവഴി പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും അവിടുന്ന് ആധിപത്യം സ്ഥാപിച്ചു. അവിടുന്ന് പിശാചിനെ പരാജയപ്പെടുത്തി അവിടുന്ന് വിജയശ്രീലാളിതനായി ഉയർത്തെഴുന്നേറ്റു. ആ സന്തോഷത്തിൽ നിങ്ങൾ ഇനി മുതൽ ജീവിക്കണം. ഉയർപ്പിന്റെ ആനന്ദത്തിൽ നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ വീണ്ടും ഈ കല്ലറയുടെ അടിമത്തത്തിൽ ജീവിക്കേണ്ടവരല്ല. പാപം നമ്മെ എത്തിക്കുന്നത് കല്ലറയിലാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്: പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. പിശാച് നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നു, നമ്മെ കീഴടക്കുന്നു, നമ്മളെ ഭയത്തിലേക്ക് നയിക്കുന്നു, നമ്മുടെ മേലെ ഇരുട്ട് പരക്കുന്നു. അതുകൊണ്ട് ഉയർപ്പിന്റെ മക്കൾ പ്രത്യാശയുടെ മക്കളായിരിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ധ്യാനിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തണം. കർത്താവ് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഉപവിഷ്ടനായിരിക്കും. ഈശോ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ആ ഈശോയുടെ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കുക. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധാരം ഈശോയുടെ ഉയർപ്പാണ്. ഈ ഉയർപ്പിലെ വിശ്വാസത്തോടുകൂടെ നമ്മൾ സ്വർഗം കണ്ടു ജീവിക്കാൻ, ഈ ലോകത്തിലെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, കുരിശുകളെ രക്ഷാകരമാക്കാൻ, പാപം ഉപേക്ഷിക്കാൻ നമ്മുടെ കണ്ണുകളെ കർത്താവിൽ ഉയർപ്പിക്കാം. കർത്താവിൽ നമുക്ക് കണ്ണുകളെ ഉറപ്പിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.